ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഇതിനെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ഒരു പാക്കറ്റ് താലോലി കുരുണ്ട് നടാൻ. ഇത് കണ്ടില്ലേ, പൊട്ടിക്കാന്ന് പറയും, എന്തെല്ലോ പറയും. ഞങ്ങളിവിടെ താലോലി എന്നാ ഇതിന് പറയാ. ഇത് നടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കണ്ടില്ലേ, ഇതേപോലെ അത് ഇങ്ങനെ തന്നെ ഞാൻ സീമക്കൊന്നേണ്ടിയുടെ കൊണ്ടുവച്ചിട്ട് കുറച്ച് ചക്ക മടലുണ്ട്, കുറച്ച് പോട്ടി മിശ്രിതോ, ഇതെല്ലാം കൂടിയാണ് ഞാനിപ്പോൾ ഇത് നടാൻ പോകുന്നത്. ഇത് കണ്ടല്ലോ, ഇതേപോലെ ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് സീമക്കൊന്ന ഈ ബാഗിലാണ് നടുന്നത്. ഇത് മുമ്പത്തെ ബാഗ് തന്നെയാണ്. അതിൽ ഇപ്രാവശ്യം കൂടി നടാൻ പറ്റുമോന്ന് അറിയില്ല, അതുകൊണ്ട് നട്ടക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ നടുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ഇതിനകത്ത് കുറച്ച് സീമക്കൊന്നിട്ടു, കുറച്ച് ഇത് ഇട്ടു. പിന്നെ ചക്കമടൽ നല്ലതാണ്, ചക്കമടൽ ഇടുക. ചക്കമടൽ നല്ല വളമാണ്, അതുകൊണ്ടാണ് ചക്കമടൽ കിട്ടിയതിടത്തോളം ഞാൻ ഒഴിവാക്കാതെ, ഉള്ളിടത്തോളം ഒഴിവാക്കാതെ. കണ്ടില്ലേ, അത്ര മതി. ഇപ്പം ഞാൻ ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് ഇത് വാരിയിടുക. കണ്ടില്ലേ, ഇതേപോലെ ഇത് നട്ടു. താലോലിയാണ്. കണ്ടില്ലേ, ഇതേപോലെ ഇത് ആക്കി ഇതിനകത്തൊന്ന് നട്ടു കൊടുക്കട്ടെ. ഇതൊന്ന് നട്ടു കൊടുക്കട്ടെ. ഇതിപ്പോൾ കണ്ടല്ലോ, ഇതാ ഞാനിപ്പോൾ ഇതിപ്പോൾ ഇവിടെ നാലും 8 9 10 കുരു ഉള്ളത് 3 കുരു വെച്ചിട്ടാണ് നടുന്നത് കേട്ടാ. 3 കുരു വെച്ചിട്ടാണ് ഇതിൽ നടുന്നത്. അതിലെല്ലാം പൊടിക്കണമെന്നൊന്നുമില്ല, പൊടിക്കുന്നത് പൊടിക്കട്ട്, ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ജാസ്തി ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി നടാനാക്കാം, അല്ലെങ്കിൽ പിന്നെ ഇത് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. ചില സമയം പൊടിച്ചത് പോകാനും മതി, എല്ലാം പൊടിക്കണമെന്നൊന്നുമില്ല. നമ്മൾ വാങ്ങുന്ന കുരുവല്ലേ, നമ്മളെടുത്തുള്ള കുരുവല്ലല്ലേ. നമ്മളെടുത്തുള്ള കുരുവായാലും എല്ലാറ്റിനും ഉണ്ടാവും ഒരു ഇത്, പിന്നെ കേട് വരും, എല്ലാറ്റിനും ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ തേച്ചും പൊടിക്കണമെന്നൊന്നുമില്ല. അവിടെ എല്ലാം അവിടെ ഒന്നിച്ച് 2 3 എണ്ണം നട്ടു കൊടുക്കാനാലും ഉണ്ടാവില്ല പയ്യെ. ഇനി ഇതും കൂടി ഇട്ടേ, ചക്കമടലിട്ട് നമുക്ക് ഒരു 3 എണ്ണത്തിലേക്കാണ് ഇടുന്നത്. അത്രയേ ഉള്ളൂ, 3 വേഗിലേക്ക് നടാനാണ് ആക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വാരിയിട്ട് സീമക്കൊന്നിയും പിന്നെ ചക്കമടൽ ഈ പോട്ടി മിശ്രിതത്തിൽ എല്ലാം കൂട്ടിയിട്ടുണ്ട് നല്ലപോലെ. ഇപ്പം കുറച്ചധികം കൂട്ടീനി ഞാനീൽ, എന്താ വെച്ചാൽ ഇതിനൊക്കെ കൂട്ടി വെച്ചത് കൂടാണ്ട് തന്നെ കുറച്ച് ഞാൻ കൂട്ടിയിട്ടുണ്ട് ഇതിൽ. എന്താ വെച്ചാൽ നന്നായിക്കോട്ട് വെച്ചിട്ടാണ് നട്ട് കൊടുക്കുമ്പം തന്നെ വേരിന് തന്നെ വളം കിട്ടിയാൽ നല്ലോണം ഉഷാറിലങ്ങ് വന്നോളൂ, അല്ലെങ്കിൽ വന്നൊന്നും വരില്ല. ഉണ്ടാ, ഇതേപോലെ നട്ടു കൊടുക്കുക. എന്നാല് എല്ലാം പോയിനി, കടലാസ് എല്ലാം പോയിനി. വെട്ടിയെടുത്തോളം ഇതെല്ലാം കൂടെ മഴക്ക അനക്കാണ്ട് വെക്കാന്ന് വിചാരിച്ചിട്ടാ. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒന്നിലും കൂടി നട്ടെ. 3 എണ്ണത്തിന് നടാനേ ഉള്ളൂ. നിങ്ങളും എല്ലാം ഇതേപോലെ തന്നെ നട്ടോ. നമ്മളൊരു കൃഷി ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് വേണ്ടി എല്ലാവരും പിന്നെ കൃഷി ചെയ്യുക, മുന്നോട്ട് വരിക. ഞാനിതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് എന്തിനാന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കൃഷി ചെയ്തിട്ട് അവനവൻ്റെ വീട്ടിലാവശ്യം. ഇപ്പം ഞാനിപ്പോൾ ഒരു സാധനം വീടിയ കടയിൽ നിന്ന് മേടിക്കില്ല, എല്ലാം വീട്ടിലുണ്ടാക്കിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. എല്ലാ സാധനവും ഞാൻ വീട്ടിലുണ്ടാക്കിയ സാധനം മാത്രമാണ് ഞാൻ കഴിക്കുന്നത്. അരി മാത്രമാണ്, മറ്റേ അരിയും ഞാൻ ഉണ്ടാക്കലുണ്ടായിരുന്നു. അതും ഇപ്പം ഞാൻ അതും ഇല്ലാണ്ടായി, തീരെ കഴിയാണ്ടായതുകൊണ്ട്. ഇനിയിപ്പം പിന്നെ ഇതും കൂടി ഉണ്ട്, ഒന്നും കൂടി ഉണ്ട് നടാൻ. ഇതും കൂടി നട്ടെ, ഇതിലും കൂടി വാരിയിട്ടെ. ഇത് കണ്ടല്ലോ, ഇതേപോലെ നിങ്ങളും നട്ടു കൊടുക്കുക. ഇപ്പം നടേണ്ട സമയമായി. ഇനി പറമ്പത്ത് നടായിരുന്നു, പക്ഷെ എൻ്റെ പറമ്പ് ഒഴിഞ്ഞില്ല, പറമ്പ് വൃത്തിയാക്കിയിട്ടാകുമ്പോൾ ഞാൻ എല്ലാം പറമ്പത്ത് നട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. ബാഗിലല്ലാണ്ട് പുറത്ത് നടുമ്പോൾ നമ്മൾ ഇങ്ങനെ വളം കൊടുക്കണ്ട. എന്താ വെച്ചാൽ പുറത്ത് നല്ലവണ്ണം വളം പിടിച്ച സ്ഥലമായിരിക്കും, എന്നുവെച്ചാൽ കാടും എല്ലാം ഉണ്ടായിട്ട് ഇങ്ങനെ വന്ന സ്ഥലമല്ലേ. ഇതിപ്പം നമ്മൾ കൊടുക്കുന്ന വളം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയാം, എല്ലാ കൃഷിയും എൻ്റെത് മണ്ണില്ല കൃഷിയാണ്. അതാണ് എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്. മണ്ണുള്ള കൃഷി ഒന്നുമില്ല, നിലത്ത് നടുന്നത് മാത്രമേ മണ്ണുണ്ടാവുള്ളൂ. ബാക്കിയുള്ള എല്ലാ കൃഷിയിലും ഒരു തരി മണ്ണ് പോലും ചേർക്കാതെയാണ് ഞാൻ ചെയ്യുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ടും ഞാൻ ഇത്രയും വിളവെടുക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതിൻ്റെ അധ്വാനത്തിൻ്റെ ആ ഒരു ശക്തിയാണ്, എൻ്റെ ഒരു മനസ്സും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ എടുത്തു വരുന്നത്. ഇങ്ങനെ പല വളങ്ങളും ചേർത്ത് കൊടുത്തു, അവർക്ക് വേണ്ടുന്ന വളം
അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം നമുക്ക് അവർ വേണ്ടുന്നതായ വിളവ് തരുന്നുണ്ട്. അതാണ് എനിക്ക് കിട്ടുന്ന ഒരു ഗുണം. കണ്ടില്ലേ? ഇതുപോലെ ഇനിയിപ്പം ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചകരിച്ചോറെല്ലാം കഴിഞ്ഞു. ഇനി ചകരിച്ചോറ് കൊണ്ടുവരുന്നത്ര എവിടുന്നെങ്കിലും കിട്ടിയെങ്കിലേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഒന്നായിട്ട് കൊണ്ടുവന്നപ്പോൾ മാത്രമേ നമുക്ക് ആവശ്യം തീരുള്ളൂ, അല്ലെങ്കിൽ തീരൂല. കണ്ടില്ലേ? ഇതേപോലെ നട്ടു കൊടുക്കുക. ഇതെല്ലാം നുള്ളി അടുപ്പിച്ചിട്ട് വേണം നമ്മളെല്ലാ പണിയും എടുക്കേണ്ടിരിക്കില്ല. എന്നാൽ മാത്രമേ ഇതിനകത്ത് കരിയിലെല്ലാം ഇടായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് കരിയിലൊക്കെ ഇന്ന് പോകാൻ പറ്റൂല. പക്ഷേങ്കിൽ ഞാൻ കരിയില കൂടി കുറച്ച് നറക്കുമായിരുന്നു. കരിയില ഇട്ടാൽ നല്ലതാ. കരിയിലിടുമ്പോൾ വെള്ളം പാർച്ചക്ക് നല്ലതാ. വെള്ളം ചെളിപ്പറ്റാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല കുഴിയുണ്ട് ഇതിൻ്റെ വേക്കൽ. അതുകൊണ്ട് വെള്ളം അങ്ങനെ കുടിക്കൂല. 3 വെച്ചിട്ട് ഇപ്പം നട്ട്. ഇപ്പം കണ്ടല്ലോ, ഇതേപോലെ നിങ്ങളും നട്ടു കൊടുക്കുക. എന്നിട്ട് പച്ചക്കറി വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുക. ഇപ്പം ഞാൻ കക്കിരി നട്ടിട്ട് പന്തലുമ്പോൾ കയറുന്നുണ്ട്. ഇതിപ്പോൾ താലോലിയാണ്. താലോലി ഇന്നാളെ വെച്ച് നട്ടതേ പിന്നെ നട്ടിട്ടില്ല. ഇനി കുട്ടികളും നാളെ വരും. അതേവരെ നിങ്ങൾക്ക് ഇത് കണ്ട, ഇത് 3 ഞാൻ നട്ട്. കണ്ട, ഇത് കണ്ടില്ലേ? ഇതേപോലെ നിങ്ങൾ നട്ടു കൊടുക്കുക. എനിക്കത്ര പറയാനില്ല. എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എല്ലാവരും എൻ്റെ വീഡിയോ